ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക ലേഹ്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ തന്നെ കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ലേഹ്യമാണ്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനാണെങ്കിലും അതുപോലെ ഹെയറിനാണെങ്കിലും ഒക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗുണങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് മടങ്ങി തരാം. നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 3/4 കിലോയോളം നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക ആദ്യം തന്നെ ഒരു പാത്രത്തിലിട്ട് നിറയെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെല്ലിക്ക ആയതുകൊണ്ട് അതിൽ പൊടിയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് കരിപ്പെട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3/4 കിലോയ്ക്ക് 1 കിലോ എന്ന കണക്കിന് കരിപ്പെട്ടി എടുക്കുക. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കുകയാണ് വേണ്ടത്. പിന്നെ കറുവാപ്പട്ട പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഏലക്ക 4 എണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ അത് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് നെയ്യ്. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ നെല്ലിക്ക ലേഹ്യത്തിന് വേണ്ട കാര്യങ്ങൾ. മസാലയ്ക്ക് നമുക്ക് പല ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നവരുണ്ട്. തക്കോലം ചേർക്കാം, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് ചേർക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ ചേർക്കാം. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് ഈ പറയുന്ന നെല്ലിക്ക ലേഹ്യം. നെല്ലിക്ക കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ കൊടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒരു അപ്പച്ചെമ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കുരുവൊക്കെ എളുപ്പത്തിന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയൊന്നും പോകാതെ സൂക്ഷിച്ചു കൊള്ളണം. നമ്മുടെ ചക്കര അടുപ്പത്ത് വെച്ചത് പാനി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടിയിലൊരു ചെറിയ തരി മാത്രമേ ഉള്ളൂ. അതും കൂടി നമുക്ക് അലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാം. അതിനുശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് കരടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലേഹ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ കല്ലൊക്കെ കടിക്കും. അപ്പോൾ ലേഹ്യത്തിൽ കല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് വിണ്ട് വരുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ആ ഒരു പരുവാണ് കേട്ടോ. പിന്നെ നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ടിത് കുരു നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കുരു നമുക്ക് നീക്കാൻ സാധിക്കും. ഇതേപോലെ നമ്മളുടെ മിക്സിയിൽ മുഴുവനും നെല്ലിക്ക ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് അരയ്ക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഒന്നിച്ച് അരയ്ക്കുമ്പോൾ അത് അരഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു പകുതിയിൽ കൂടുതൽ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് ചക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഒന്ന് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ രണ്ടായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാം. അപ്പോൾ ചുവട് കൊട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യാണ് ലേഹ്യത്തിലെ ഒരു പ്രധാന ഘടകം. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക അരച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ശർക്കരപ്പാനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബാലൻസ് ഉള്ള ശർക്കരപ്പാനി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
തീ നമ്മൾ ഒരുപാട് കൂട്ടിയിടരുത്, കാര്യം ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തോട്ടൊക്കെ തന്നെ വീഴും. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. പണ്ടൊക്കെ സ്ത്രീകൾ ഗർഭാവസ്ഥയിൽ രാവിലെയും വൈകിട്ടും ഒക്കെ ഒരു നെല്ലിക്ക കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നല്ല നിറം ഉണ്ടാകും, അതുപോലെ തന്നെ കുഞ്ഞിന് നല്ല കറുത്ത മുടി ഉണ്ടാകും. ഇപ്പോൾ പലരും പറയാറുണ്ട് കുഞ്ഞിന് മുടി കുറവാണ്, അല്ലെങ്കിൽ കറുപ്പ് നിറമില്ല എന്നൊക്കെ, മുടിക്ക് കറുപ്പ് നിറം കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അയണാണ് ഇതിലുള്ളത്. ഗർഭിണികളിലെ മുടി കൊഴിച്ചിലും ഇതുമൂലം ഇല്ലാതാകുന്നുണ്ട്. യൗവനം നിലനിർത്താൻ വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ് നെല്ലിക്ക ലേഹ്യം. ഇപ്പോൾ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിലെ ദേഹരക്ഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒന്ന് തന്നെയാണ് നെല്ലിക്ക ലേഹ്യം. ഇത് നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. നെല്ലിക്ക ലേഹ്യം ഇതേപോലെ നമുക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അത് ആരോഗ്യരക്ഷയ്ക്ക് വളരെ നല്ലതാണ്. ഇതിപ്പോൾ കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 1/2 ടീസ്പൂണാണ് കഴിക്കേണ്ടത്. അത് രാത്രി വേണം കഴിക്കാൻ. കഴിച്ചതിന് ശേഷം നമുക്ക് ഇളം ചൂടുള്ള വെള്ളം കുടിക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഡയബറ്റിക് ആയവർക്ക് ഇത് അത്രയ്ക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാര്യം ഇതിന് ചക്കരയാണെങ്കിൽ പോലും അതിൽ മധുരം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നെല്ലിക്ക കഴിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് കിടക്കാത്തത്. അപ്പോൾ അവർക്ക് നെല്ലിക്ക കഴിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ, ആവശ്യമുള്ളവർ അത് കാണുക. കുഞ്ഞുങ്ങൾക്കൊക്കെ, അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ നിറം വർദ്ധിക്കാനായിട്ട് ഫേസ് പാക്കുകൾ ഉപയോഗിക്കണം, അത് ഏതാണ് നല്ലത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അമ്മമാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവരുടെ മാറിക്കിട്ടും. അതിനായിട്ട് ഇപ്പോൾ ചെറിയ പ്രായത്തിലൊന്നും വേറെ ഈ രീതിയിലുള്ള ഫേസ് പാക്കുകളിലേക്കൊന്നും ഉപയോഗിക്കേണ്ട. അവരുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെറിയ പ്രായത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ നമ്മുടെ ഉള്ളിൽ കഴിക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി നാച്ചുറലായിട്ടുള്ള കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് നെല്ലിക്ക ലേഹ്യം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡൊക്കെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യും. ഇപ്പോൾ കരിപ്പെട്ടി എന്ന് പറയുന്നത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നിറവും വർദ്ധിക്കും രക്തം ശുദ്ധിയാകുമ്പോൾ. പണ്ട് കാലത്തൊക്കെ പ്രസവരക്ഷ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെയാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അന്നത്തെ കാലത്ത് കിട്ടിയിരുന്നു. അന്നൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പ്രസവിച്ച് എണീറ്റ് വന്നു കഴിയുമ്പോൾ അവർക്ക് മുഖത്തിന് നല്ല ശോഭയും നിറവും തുടിപ്പും ഒക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ കരിപ്പെട്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലേഹ്യങ്ങളൊക്കെ ആയിരുന്നു തയ്യാറാക്കി കൊടുത്തിരുന്നത്. നമ്മൾ വാങ്ങിക്കുന്നതിൽ എത്രത്തോളം ആ ഒരു രീതിയിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ശർക്കരയേക്കാളും എന്തുകൊണ്ടും ഔഷധ ഗുണം കൂടുതലുള്ളതും നല്ലതും കരിപ്പെട്ടി തന്നെയാണ്. നമ്മുടെ മസാലക്കൂട്ടാണ്. ഏലക്കായും കറുവാപ്പട്ടയും എല്ലാം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡ്രൈ ജിഞ്ചർ പൗഡറും ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെല്ലിക്ക ലേഹ്യത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നെല്ലിക്ക കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അവർക്ക് ഇതേപോലെ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ കഴിക്കാം. വീട്ടിലെല്ലാവർക്കും കഴിക്കാവുന്നതാണ്. നമ്മൾ ഇത് വെച്ചിട്ട് വേറെ പരിപാടിക്കൊന്നും പോകരുത്. നമ്മൾ ഇവിടെ വെച്ച് തന്നെ നിന്നുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ലേഹ്യം ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി ഒരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും മുറുകണ പാകവും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇളക്കലൊട്ടും കുറയ്ക്കരുത്, നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു അല്പം വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ടെങ്കിൽ അതും കൂടി മാറി കിട്ടും. എന്നാൽ ഒരുപാട് ഇതാവുകയും ചെയ്യരുത്. നമ്മുടെ ഈ ലേഹ്യം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കുറഞ്ഞ തീയിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തും നമ്മുടെ കാലിലും ഒക്കെ വരെ വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരല്പം നേരം പോലും മാറി നിൽക്കരുത്. പറ്റുമെങ്കിൽ ഒരാളെ കൂടി ഹെൽപ്പിന് വിളിച്ചിട്ട് 2 കൂടി ചെയ്യുകയാണെങ്കിൽ മാറി നമുക്ക് ഈസി ആയിട്ട് ഇളക്കി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല സൂപ്പർ ലേഹ്യത്തിൻ്റെ മണവും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ കാണാം
ഒട്ടും പിടിക്കാത്ത രീതിയിൽ വരും. അപ്പോൾ എല്ലാവരും നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കുക. ഇത് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിൽ നിന്ന് നമുക്ക് ഡെയിലി ഉപയോഗിക്കാനുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചീത്തയാകാതെ കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് വളരെ പ്രയോജനകരമായൊരു അറിവായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് ഞാൻ അറിയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തീർച്ചയായും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.